മിഡ് വീക്ക് എവിക്ഷനിൽ എവിക്റ്റഡ് ആവുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ആരൊക്കെയാണ് അജ്ഞാതവാസത്തിലേക്ക് പോകുന്നത്. അനീഷ് അജ്ഞാതവാസത്തിലേക്ക് പോകുന്നുണ്ടോ? കാരണം ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് നമ്മുടെ റെന ഫാത്തിമയ്ക്കാണ്, അത് ഏറ്റവും കുറഞ്ഞ പോയിന്റ് അനീഷിനാണ്. രേണു സേഫ് ആകുമോ? ഇതെല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് അറിയിക്കുക. എന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരെല്ലാവരും കമന്റ് ചെയ്യുക. അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നലെ രാവിലെ കുറച്ച് ആർഗ്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജിസേലും അനുമോളും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് ആയിരുന്നു. അതിനുശേഷം അതെന്ന് പറഞ്ഞാൽ ഉടുപ്പ് കീറി, അതിപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉടുപ്പ് കീറിയതുമായിട്ട് ബന്ധപ്പെട്ട് ജിസേൽ വന്ന് പറയുന്നു, എൻ്റെ ഉടുപ്പ് കീറി, എനിക്കൊരു പുതിയ ഉടുപ്പ് വേണമെന്ന്. അപ്പോൾ അനുമോള് പറയുന്നു ഉടുപ്പ് സ്വന്തമായിട്ട് കീറിയതായിരിക്കുന്നു. സ്വാഭാവികം, കാരണം പെട്ടെന്ന് നല്ലൊരു ഉടുപ്പ് കീറുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അതൊരു സംഭവിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്, സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോഴത്തേക്ക് ജിസേല് പറഞ്ഞു ആ ഉയരം കുറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു. അനുമോളുടെ പേര് പറയാമായിരുന്നു. അപ്പൊ അതൊരു ബോഡി ഷേമിംഗ് പോലെ അനുമോളിന് തോന്നി. എന്തായാലും അനുമോള് കുറേ നേരം കരച്ചിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെറിയ ഫൈറ്റിംഗ് ഒക്കെ ചെയ്തതിനു ശേഷം കരച്ചിൽ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞു. എന്തായാലും പിന്നീട് ടാസ്കിലേക്ക് വന്നത്. ടാസ്ക് എന്ന് പറഞ്ഞാൽ എവിക്റ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നോമിനേറ്റഡ് പേഴ്സൺസ്, അവർക്ക് 2 സഹായികൾ ഉണ്ടായിരുന്നു. ആ സഹായികളായിരുന്നു ടാസ്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവര് തന്നെ ചെയ്തായിരുന്നെങ്കിൽ ഇതത് വലിയ പ്രശ്നമില്ല. കാരണം ഇതിപ്പോ ഒരു ഫേവറിസം പോലെയാണ് നമുക്ക് പലതും തോന്നുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം ഉള്ളവര് അവരവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ സെലക്ട് ചെയ്തു. അവരൊക്കെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരായിരുന്നു. അനീഷ് സെലക്ട് ചെയ്ത് അപ്പാനി ശരത്തിനെയും അനുമോളെയാണ്. ശരത്ത് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അനീഷിനെ പുറത്താക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുമെന്ന്. അതുപോലെ തന്നെയാണ് പിന്നെ ടാസ്ക് വന്ന സമയത്ത് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ട്രഷർ ബോക്സ് ഉണ്ടായിരുന്നു. ആ ട്രഷർ ബോക്സിനകത്ത് ഇവരുടെ കയ്യിലിടാനുള്ള കാലയിലിടാനുള്ള നീ പാഡും ഗ്ലൗസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ ബേസിനുണ്ട്, അതിനകത്ത് പല നിറത്തിലുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിനകത്ത് കീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ നിന്ന് കുറെ കീകളുണ്ട്. ആ കീയിൽ നിന്ന് ഏതാണ് കറക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ട്രഷർ ബോക്സ് തുറക്കുക. ഇതെല്ലാം ഗ്ലൗസ് ധരിച്ചതിന് ശേഷം ഒരു വലിയ പോണ്ട് പോലെ, ആ പോണ്ടിനകത്ത് മഡ് ചെളി നിറച്ചിരിക്കുകയാണ്. ആ ചെളിക്കുള്ളിൽ കോയിൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. കോയിൻസ് ഉള്ളിൽ ഇവിടെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ആ കോയിൻസ് കണ്ടെത്തി ആ കോയിൻസ് എത്രമാത്രം കളക്ട് ചെയ്യാമോ അത്രമാത്രം കളക്ട് ചെയ്യുന്ന ആളാണ് കോയിൻസ് കൂടുതൽ കിട്ടുക, അവരാണ് വിജയിക്കുക. ഇതായിരുന്നു ടാസ്ക്. അപ്പൊ ഈ സഹായികളാണ് ഇത് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ ചെറിയ പ്രോത്സാഹിപ്പിക്കുക, അത്രമാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ പിന്നെ അതായാലും ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അവരവരുടെ കണ്ടസ്റ്റന്റ് കളിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കേട്ടോ. കാരണം അവരവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിൽക്കുന്ന ഹൗസ് മേറ്റ്സ് ഇന്ന ആളിനെ നിർത്താനായിട്ടോ അവരുടെ ഫേവർ ചെയ്യാനായിട്ടോ പല ആൾക്കാരും, പ്രത്യേകിച്ച് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിർത്താൻ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കളി എനിക്ക് തോന്നുന്നു ഒരു ട്വിസ്റ്റ് ആവാനുള്ള സാധ്യതയാണ്. ബിഗ് ബോസ് ഒരു 7ന്റെ പണി ഇവർക്ക് വെച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് തുടങ്ങി 6 മിനിറ്റാണ് ഓരോരുത്തർക്ക് ഓരോ ടീമിനും സമയം. ആദ്യത്തെ 30 സെക്കൻഡ് തന്നെ രേണു ടീമായിട്ടുള്ള ഷൈത്തിയും ബിൻസിയും കൂടി ആ ഒരു ട്രഷർ ബോക്സ് തുറക്കുകയും അവര് പിന്നെ മണ്ണിൽ ചാടുകയും ചെയ്തു. പിന്നെ ആദ്യം ഒരു ഗ്ലൗസ് ഇടാൻ മറന്നുപോയി, വീണ്ടും ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വീണ്ടും പോയി ചാടി. അങ്ങനെ ഓരോരുത്തരും ആദ്യത്തെ 1 മിനിറ്റിനോട് തന്നെ അവരുടെ ട്രഷർ ബോക്സുകളെല്ലാം അവർ തുറന്നു. പക്ഷേ അനീഷിന്റെ ടീം അനുമോളും ശരത്തുമായിരുന്നു. ശരത്തായിരുന്നു കീ തപ്പിക്കൊടുക്കേണ്ടതും ട്രഷർ ബോക്സ് തുറക്കേണ്ടതും. പക്ഷേ ഈ പിന്നെ ശരത്ത് ഒരു കീ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അത് ട്രഷർ ബോക്സ് തുറക്കാൻ പറ്റുന്നില്ല. വീണ്ടും അതേ സ്ഥലത്ത് നിന്ന് അതേ കീ എടുക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളത് മനസ്സിലാക്കി, നിങ്ങൾ ലൈവ് കണ്ടിട്ടുള്ളവരെ അത് പറയുക. കാരണം എന്ന് പറഞ്ഞാൽ ആ കീ അവിടെ തന്നെ, നമ്മളിപ്പോൾ ഒരു കീ എടുത്തിട്ട് അത് തുറക്കാൻ പറ്റില്ല, ആ കീ ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത കീ അല്ലേ എടുക്കുന്നത്, അടുത്ത സ്ഥലത്ത് നിന്ന് എടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, കാൽഭാഗം അരഭാഗം വെള്ളേ ഉള്ളായിരുന്നു. അപ്പൊ അതിലത് കീ മാറ്റിടാൻ ഒരു പാടുമില്ല. അല്ലാണ്ട് വലിയ കായലിലോ കടലിലോ മുങ്ങി തപ്പിയൊന്നുമല്ല കീ എടുക്കുന്നത്, ചെറിയൊരു ബേസിനാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ കീ മാറ്റിയിട്ട് എടുക്കുക. ഇത് അവിടുന്ന് തന്നെയാണ് പോയി എടുക്കുന്നത്. ആ കീ അങ്ങോട്ട് വെക്കുക, തിരിച്ച് അത് തന്നെ എടുത്തിട്ടാണ് ഈ സമയം കളഞ്ഞത് എന്നുള്ളതാണ് എന്റെ ഫീലിംഗ്. 6 മിനിറ്റ് ഉള്ളതിൽ വീണ്ടും തിരിച്ചു കിട്ടിയത് അവർക്ക് 2 മിനിറ്റ് 34 സെക്കൻഡ് മാത്രമാണ് അവർക്ക് ആ ട്രഷർ ബോക്സ് തുറന്നു കഴിഞ്ഞതിന് ശേഷം കിട്ടിയത്. അത്രയും നേരം ഒരു 3.5 മിനിറ്റോളം ആ ട്രഷർ ബോക്സ് തുറക്കുന്നത് മാത്രമായിരുന്നു അവർ ചെയ്ത ടാസ്ക്. ബോക്സ് തുറക്കാനേ പറ്റില്ല. അനീഷ് അവിടെ നിന്ന് പറയുന്നത് കൂൾ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും 2.5 മിനിറ്റ് ഉള്ളപ്പോഴാണ് അവർക്ക് ആ ട്രഷർ ബോക്സ് തുറന്ന് മഡിലേക്ക് ചാടാൻ പറ്റിയത്. അപ്പോഴും അനുമോള് മഡിലേക്ക് ചാടുന്നതിന് ഈ പാടൊന്നും ഇല്ലാതെ ചാടി. വീണ്ടും തിരിച്ച് പിന്നെ ശരത്തിൽ അനീഷാണ് വന്ന് ആ നീപ്പാടൊക്കെ അനുമോൾക്ക് കെട്ടിക്കൊടുത്തത്. അതിനുശേഷം മഡിലേക്ക് ചാടി. അവർക്ക് ഏറ്റവും വളരെ കുറഞ്ഞ കോയിൻസ് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അനുമോൾ മാക്സിമം ശ്രമിച്ചു ലാസ്റ്റ് മൊമെന്റ്. അതുകൊണ്ടാണ് എനിക്ക് ശരത്ത് ഇതിനകത്ത് പണി കൊടുത്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനുമോൾ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ശരത്തിന്റെ വേഗം എടുത്തോണ്ടോ വന്നു. പക്ഷേ ശരത്തിന് അതൊരു കൂളിങ്, ശരത്ത് വളരെ കൂളായിട്ട് ചെയ്യുമായിരുന്നു. കാരണം അത് തന്നെ എടുക്കുമായിരുന്നു. പിന്നീടാണ് അവസാനമാണ് ആ ഒരു കീ എടുത്തത്. ഇത് ചിലപ്പോൾ ശരിയാവണത്തില്ല, പക്ഷെ എന്റെ തോന്നലായിരിക്കും.
അത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. അത് ശരത്തിനെ നമ്മൾ മോശക്കാരനാക്കാൻ വേണ്ടിയില്ല. ഒരാൾ ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കാന്ന് മനസ്സിലാക്കി ഏറ്റവും നന്നായിട്ട് അവർ കളിക്കാൻ ശ്രമിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ കളിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം. ഇപ്പം അനീഷ് ജയിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ടൊന്നുമല്ല. ഒരാളെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കൃത്യമായിരിക്കണം. അത് ശരത്ത് ഏറ്റവും വേഗത്തിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ശരത്തിനോട് കുറച്ചുകൂടി നമുക്ക് അനീഷിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി പിന്തുണ ശരത്തിന് കിട്ടിയേനെ. നമ്മുടെ പ്രോത്സാഹനം കൂടുതൽ കുറച്ചും കൂടി ഒരു പിന്തുണ കിട്ടിയേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും ലാസ്റ്റിലാണ് അനീഷ് വന്നത്. അനീഷിന് 1 പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. പോയിന്റ് നില എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ റെനയ്ക്കാണ്. റെനയുടെ സഹായികളെന്ന് പറഞ്ഞാൽ ആര്യനും ജിസേലും ആയിരുന്നു. അതിനുശേഷം രണ്ടാമതായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു? ഷാരികയായിരുന്നു തോന്നുന്നു. ഷാരികയാണെന്ന് തോന്നുന്നു. മൂന്നാമത് എന്തായാലും രേണു ആയിരുന്നു വന്നത്. ഞാൻ രേണുവിന്റെ നോക്കി. അപ്പൊ രേണുവിന് 4 പോയിന്റ് ആയിരുന്നു. 4, 3, 2, 1 അങ്ങനെയാണ്. 6, 5, 4, 3, 2 അങ്ങനെയാണ് പോയിന്റ് നില വന്നിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം പിന്നീട് അവർക്ക് വേറൊരു ടാസ്ക് ആയിരുന്നു ഈ പിന്നെ സ്പീച്ചൊക്കെ പറയാനുള്ള. ഓരോരുത്തർക്കും അവരുടെ ടോക്കൺ പോലെ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കിട്ടുന്നത് അനുസരിച്ച് അവർ പറയണം. അങ്ങനെ ഓരോരുത്തരുടെയും പെർഫോമൻസ് കഴിഞ്ഞ് അവർക്കൊക്കെ സംസാരിക്കാൻ കഴിയുന്ന സംസാരമൊക്കെ സംസാരിച്ചു. പക്ഷെ എന്തുകൊണ്ട് രേണു ചുമ്മാ ഇരുന്ന് പിന്നെ എൻ്റെ പപ്പ അച്ഛനെയാണ് കിട്ടിയത്, എൻ്റെ പപ്പ അതാണ് ഇതാണ് മറ്റേതാണ്, ഞാൻ അങ്ങനെ വളർന്നു, പിന്നെ അതെനിക്ക് പ്രൊഫഷണൽ കിട്ടി, ഞാൻ നഴ്സിങ്ങിന് പോയി, ബാംഗ്ലൂർ പോകാനുള്ള ആഗ്രഹം കൂടി നഴ്സിങ്ങിന് പോയെന്നോ 1 വർഷം പഠിച്ചെന്നോ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് 1.5 വർഷം കൊണ്ട് പഠിച്ചെന്നോ. 1.5 വർഷത്തിലൊന്നും അല്ല. ആദ്യം തന്നെ നഴ്സിങ്ങിനൊക്കെ ബ്ലഡൊക്കെ നോക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. കാരണം നഴ്സിംഗ് കോളേജ് നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. നഴ്സിംഗ് കോളേജ് നമ്മൾ സ്വന്തമായിട്ട് നഴ്സിംഗ് കോളേജ് ഉള്ള ആൾക്കാരായിരുന്നു ബാംഗ്ലൂർ. അപ്പം നമുക്കത് അറിയാതുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് ബ്ലഡ് കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. ബ്ലഡ് കണ്ടപ്പോഴത്തേക്ക് ബോധം കിട്ടുന്നു, തല കറങ്ങിയെന്നോ, അങ്ങനെ അത് കളഞ്ഞിട്ട് പോരുന്നു, അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ പറഞ്ഞു. അതൊന്നും ഒരിക്കലും അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നഴ്സിംഗ് ആദ്യത്തെ ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ അവർക്ക് ബ്ലഡ് ടെസ്റ്റ്, BP ഇതൊക്കെ ബ്ലഡ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. BP നോക്കണം, പൾസ് നോക്കണം, ഇതൊക്കെയാണ് ആദ്യ മാസങ്ങളിൽ കൊടുക്കുന്നത്. കാരണം ബാംഗ്ലൂർ നഴ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട നഴ്സിംഗ് മേഖലയായിട്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലാണ് എനിക്കിത് അറിയാവുന്നത്. ബാംഗ്ലൂരാണ് ഞാനുള്ളത്. ഞാനുണ്ടായിരുന്നത് ഞാൻ LLB 5 വർഷം ബാംഗ്ലൂരാണ് പഠിച്ചതും. അതുകൊണ്ട് ബാംഗ്ലൂരാണ് നമ്മുടെ ഒരു പ്ലേസ് തന്നെ. മോൻ ജനിച്ചതും ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അവിടെ ഒരു ഇത് വരും. അത് പോട്ടെ. അപ്പോൾ എന്തായാലും രേണു അങ്ങനെ പറഞ്ഞു. അതിനകത്ത് കുറേ രേണു പിന്നെ നുണ പറയുന്നതിനൊരു മടിയില്ലാത്ത ആളായതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ രേണുവിൻ്റെ അത് കേൾക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. പിന്നെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്നല്ല, അത് ഒരു കഷ്ടപ്പെട്ട് പഠിച്ച എല്ലാ മാതാപിതാക്കളും കഷ്ടപ്പെട്ടാണല്ലോ മക്കളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഹൃദയസ്പർശിയായിട്ട് തോന്നിയത് ഉണിയലിൻ്റെയാണ്. ഉണിയലിൻ്റെ എല്ലാവരും ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു ഉണിയലിൻ്റെ. പക്ഷെ നമ്മുടെ ലൈവിനകത്ത് നമുക്ക് ഡബിൾ സൗണ്ടാണ് കേട്ടത്. അതുകൊണ്ട് നമുക്കൊന്നും അധികം വ്യക്തമായില്ല, പലതും വ്യക്തമായില്ല. പക്ഷെ ഉണിയലും ഒരു ഭയങ്കര വിഷമിച്ചിട്ടുള്ള ഓരോ കുട്ടിക്കാലവും കാര്യങ്ങളും ഒക്കെയാണ് ഉണിയലും പറഞ്ഞത്. അങ്ങനെ എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കി. അതിൻ്റെ സ്കോർ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ലൈവിൽ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. കിച്ചണിൽ രാവിലെ കട്ടൻ കാപ്പിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന വലിയ ബഹളങ്ങളായിരുന്നു. അതൊക്കെ അനീഷ് കണ്ണാടി വെച്ചില്ല എന്നും പറഞ്ഞ് അവിടെ കണ്ണാടിയില്ല, ഉമ്മാവ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണാടി തലയിലെടുത്ത് വെച്ചു, ഉച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചു. അങ്ങനെയൊക്കെയുള്ള കുറേ കണ്ടന്റ് അനീഷ് ഇടാൻ നോക്കി. പക്ഷേ കണ്ടന്റ് വന്നില്ല, വലിയ മൈൻഡൊന്നും ഇല്ലാതായിപ്പോയി. അതാണ് രാവിലെ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ കോപ്പിറൈറ്റ് വന്ന് സ്ട്രൈക്ക് ആയി പോയതാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്നും വീഡിയോ ഇടാത്തത്. ഞാനിത് ബിഗ് ബോസിൻ്റെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് അപ്ഡേഷൻസ് ഇട്ട് അതിനകത്ത് ഞാനൊരു 11 സെക്കൻഡിൻ്റെ 3 വീഡിയോ, 11 സെക്കൻഡ്, ഒരെണ്ണം 30 സെക്കൻഡ്, ഒരെണ്ണം 33 സെക്കൻഡ്. അപ്പം 4 വീഡിയോ ഇതിനകത്ത് 4 വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ. ഇപ്പം ഇന്ന് ഞാൻ 4 വീഡിയോ ഒരുമിച്ചിട്ട് നാളെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 90 ദിവസം കഴിഞ്ഞപ്പോൾ ചാനൽ മാറ്റേണ്ടി വന്നു. അങ്ങനെ പ്രൈവറ്റ് ആക്കി കിടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ്